ദാസന്റെ മറ്റവരുടെ ആൾക്കാരുടെയും ആ ദേവിയോടുള്ള യഥാർത്ഥ ഭക്തിയോടുകൂടെയാണ് അത് നടന്നത്. ആ അനുഗ്രഹം ഞാൻ ദാസനോട് പ്രത്യേകിച്ച് പറയുന്നു. അതെല്ലാവർക്കും കിട്ടിയതാണ്. ഇവിടെ നടന്ന ഇവരുടെ പേരെനിക്കറിയില്ല, സീമ. സീമയോളം അതിന് കടന്നതെന്നുള്ളൊരു അർത്ഥമുണ്ട്. അവരുടെ ഈ ഭക്തിയും കാര്യവും ഇവിടെ ഇരുന്ന ഓരോരുത്തരും അതിൽ ലയിച്ചു എന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓരോരുത്തരും 2-3 ആണുങ്ങളേ ഉള്ളൂ, സ്ത്രീ ജനങ്ങളായിരുന്നു കൂടുതൽ. പക്ഷേ എല്ലാത്തിനും ബേസിക് സ്ത്രീ തന്നെയാണ്. ദേവി, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പോലും സമ്മതിക്കുന്നതാണ് മഹാമായ എന്നുള്ളൊരു സ്ത്രീയുടെ ശക്തി. സരിത അയ്യർ എന്ന് പറഞ്ഞ ഒരു ലേഡിയെ ഞാൻ അറിയാം. ഇവരുടെ അതേ രീതിയിലാണ്. അതിനോടൊപ്പം അതിനപ്പുറവും ഇവരുടെ ഈ ഭക്തിയും കാര്യവും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, ഇതിലൊരു ഇതുണ്ട്, ഈ ഊന്ന്, അതിൽ ആന്നുള്ളതിൽ ഒരു ദേവിയെ പറ്റിയിട്ടുള്ളുണ്ട്. ഓന്നുള്ളതിലുണ്ട്, ഓരോ നാളിൽ വന്നിടുന്നഴൽ തീർത്തു പാരാ തന്നെ നീ പാലിക്ക വേണമേ, ദാരിദ്ര്യം തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ധാരികാന്തകി മാളികയെ കൈതൊഴാം. ദേവിയുടെ എല്ലാം ഇതാണ്. ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാം. അതിന്ന് മുന്നിൽ വരാനും ഇരിക്കാനും ഈ സീമ പറയുന്ന ആ മഹതയുടെ ആ ദേവിയുടെ കംപ്ലീറ്റ് അനുഗ്രഹമുണ്ട്. നോക്കൂ, അവരുടെ മുഖത്ത് നോക്കൂ, ഞാൻ ശ്രദ്ധിക്കൂ. അത് ആ ഒരു സ്ത്രീയുടെ അപ്പുറം വരാനുള്ള കാരണം ഇത് മുഴുവൻ തുടക്കം തന്നെ നിങ്ങൾ കണ്ടില്ലേ. യഥാർത്ഥത്തിൽ ഇത്ര നേരം ഇത്ര ആൾക്കാരായിട്ട് ഇവിടെ വരാനും ഇത്ര പേരെ പിടിച്ചിരുത്താനും ഇത് ദേവിയുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ദേവി അവരുടെ ഉമ്മർത്തും പിമ്പർത്തും എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കെന്നും ഇത് തുടരാനും ഇരിക്കാനും ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുവരാനും ദേവിയും എല്ലാ ശക്തിയും അവരുടെ അമ്മയും അച്ഛനെയും ഞാൻ മനസ്സാ വന്ദിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവരെ ഉദരം ചുമന്ന് പ്രസവിച്ച് നമ്മുടെ മുമ്പിൽ ഇത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ വരുത്താൻ അവർക്ക് എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ദേവിയും ഇവിടെ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഇതാകാം. ഈ പ്രോഗ്രാം എവിടെ നടക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ കോണ്ടാക്ട് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്യും. എൻ്റെ പേര് മുരളി മേനോൻ, ഇപ്പുറത്താണ്. എനിക്ക് ചെറിയൊരു ദോഷം ഇതേ ഉള്ളൂ, എന്ത് വന്നാലും സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുന്നൊരു സ്വഭാവം. അപ്പം ഞാൻ ശരണം വിളിക്കുമ്പോൾ എല്ലാവരും ശരണമയ്യപ്പ എന്ന് പറയാം, കാരണം അതിൽ കൂടാൻ. ഓം സത്യമായ പൊന്നു 18-ാം പടിക്കുടെ നാഥ, ഓം ഹരിഹരസുതൻ അഖിലനായകൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണം. ഈ പരിപാടിക്ക് വരാനും ഇത് ഭംഗിയായി നടത്തിത്തരാനും സീമയോട് എൻ്റെയും ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഭാരവാഹികൾക്കും ദേവിക്കും വേണ്ടി പ്രത്യേകം നന്ദിയും കടപ്പാടും പറയുന്നു. സ്വാമി ശരണം, സ്വാമി ശരണം.